ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ 1 സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിരിക്കുന്ന ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലാദി, പെരുംജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ഏകദേശം വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാസുമതി റൈസ് 10 മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാസുമതി റൈസ് നന്നായി കഴുകിയിടുക. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ വേറൊരു ബിരിയാണിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. 8 സെക്കൻഡോളം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കോരിക ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ കോരിക ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി ആ ഒരു പാൻ തന്നെയാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വേപ്പില കൂടി ഇട്ട് ചെറുള്ളിയും സവാളയും കൂടി നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിരിക്കുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 സ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കയ്യിരിക്കുന്ന മുളക് പൊടി ഞാനൊരു 3 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അത് നമ്മളുടെ സവാള ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു അരപ്പ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ഇങ്ങനെയാണ് കേട്ടോ എഗ്ഗ് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്നത്. ആ ഒരു അരപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കട്ട തൈര് ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പു, കറുവപ്പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ഉപ്പും മുളകും മസാലപ്പൊടി ഇട്ട് ഇരിക്കുന്ന എണ്ണയിലിട്ട് വറുത്ത കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായി ഓരോന്നായി പിറക്കി വെക്കാം. ഇത് നന്നായി വേവിക്കണമെന്ന് നിർബന്ധമില്ല. ഓൾറെഡി നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 8 സെക്കൻഡോളം നമ്മൾ വെക്കുക. അപ്പോൾ നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വിതർത്തി നമ്മൾ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. തവി ഉപയോഗിച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ടച്ച് ചെയ്യാൻ വേണ്ടി അതിന് കുറേ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം റൈസ് ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ പണി നടത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് സവാള കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമേ ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഒരു 5 മിനിറ്റോളം നമ്മൾ ദം ചെയ്യാം. ഒക്കെ നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.